ലാറ്റിൻ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയ്ക്ക് വളരെ ദൂരെയുള്ള ഒരു പ്രദേശമെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ വിദേശനയത്തിൽ ലാറ്റിൻ അമേരിക്ക വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ദി ഇന്ത്യൻ എക്സ്പ്രസിൽ വിദേശനയ വിദഗ്ധനായ സി രാജാമോഹൻ എഴുതുന്ന ലേഖനം ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. വെനിസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ രാഷ്ട്രീയ ഭാവി ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഇന്ത്യക്ക് ലാറ്റിൻ അമേരിക്കയുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു പുതിയ അവസരമായി മാറുകയാണെന്ന് മഡുറോ സർക്കാർ. റഷ്യ, ചൈന, ഇറാൻ പോലുള്ള രാജ്യങ്ങളോട് അടുത്തു നിൽക്കുന്നവരാണ്. ഇത് അമേരിക്കയുടെ സ്വാധീനത്തിന് വെല്ലുവിളിയാണ്. ഇതിന്റെ ഫലമായി ലാറ്റിൻ അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും നയമാറ്റങ്ങളും ഉണ്ടാകുകയാണ്. ഇവിടെയാണ് ഇന്ത്യക്ക് അവസരം. ഇന്ത്യ ഒരു കോളനിവാദ ശക്തിയല്ല. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെ വ്യാപാരവും വികസന സഹകരണവും നൽകുന്ന രാജ്യമായാണ് ഇന്ത്യയെ ഈ മേഖല കാണുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഡിഫൻസ്, എനർജി, അഗ്രികൾച്ചർ ഇവയെല്ലാം ഇന്ത്യക്ക് ലാറ്റിൻ അമേരിക്കയിൽ വലിയ സാധ്യതകളുള്ള മേഖലകളാണ്. ഇതുവരെ ഇന്ത്യ ലാറ്റിൻ അമേരിക്കയെ വിദേശനയത്തിലെ ഒരു സൈഡ് സ്റ്റോറിയായി മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. ചൈനയുടെ വളരുന്ന സാമ്പത്തിക സ്വാധീനവും അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ ഇടപെടലുകളും ഈ പ്രദേശത്തെ ആഗോള ശക്തിപോരാട്ടത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സി രാജാമോഹൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യ ഇനി കാത്തിരിക്കരുത്. വലിയ തോതിലുള്ള നയതന്ത്ര ഇടപെടലുകളും ദീർഘകാല സാമ്പത്തിക പങ്കാളിത്തവും തന്ത്രപ്രധാനമായ വിശ്വാസവും ഇപ്പോൾ തന്നെ ആരംഭിക്കണം. മഡുറോയെ മാത്രം നോക്കിയാൽ ലാറ്റിൻ അമേരിക്കയുടെ യഥാർത്ഥ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയില്ല. മഡുറോയ്ക്ക് അപ്പുറം നോക്കുമ്പോൾ ഡൽഹിക്ക് മുന്നിൽ തുറക്കുന്നത് ഒരു പുതിയ അവസരജാലകമാണ്. ഇത് ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് ഇനി ഇന്ത്യയുടെ വിദേശനയം നേരിടുന്ന യഥാർത്ഥ പരീക്ഷ.